ഇത് FC ബ്ലൂ സ്റ്റാർസ് ടൂർണമെന്റിൽ നേടിയ ട്രോഫീസ് ആണ് ഈ കാണുന്നത്. ഇത് നോർത്തേൺ അയർലൻഡ് മിൽക്ക് കപ്സ് ആണ് ഈ ഒരു വശത്ത് കാണുന്നത്. To confirm any guests on the 1140 Stadium Tour, please make your way down to level 1 inside the museum. Thank you. ചാമ്പ്യൻസ് ലീഗിന്റെ കപ്സ്, ഫുട്ബോൾ ലീഗ് ഡിവിഷൻ്റെ, വുമൻസ് ചാമ്പ്യൻഷിപ്പിന്റെ എല്ലാത്തിന്റെയും ട്രോഫീസ് നമുക്കിവിടെ കാണാൻ പറ്റും. പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിമൻസ് സെക്ഷനിലേക്കാണ്. അവരുടെ ജേഴ്സികളും അതുപോലെ ട്രോഫീസ്, ബൂട്ട്സ്, അതുപോലെ ഫുട്ബോൾസ്, അവർ നേടിയ ട്രോഫീസ് ഒക്കെ ഇതിനകത്ത് കാണാം. ഇത് M. ടേണറിന്റെ ജേഴ്സിയാണ് ഈ കാണുന്നത്. Very emotional. Thank you. Can all guests on the 12 o'clock Stadium Tour please make your way down Stadium Tour. Please make your way down level 1 inside. Thank you. നമ്മൾ മ്യൂസിയത്തിന്റെ താഴേക്ക് വന്നിരിക്കുകയാണ്. യുണൈറ്റഡ് കിങ്ഡത്തിലാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ ഈ ഒരു ഏരിയ പറയുന്നത്. എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സിന്റെയും ജേഴ്സി ഇവിടെ അവർ ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇംഗ്ലണ്ടിലെ ഹെൻറി കോക്ബേൺ, അതുപോലെ പോർച്ചുഗലിലെ റൊണാൾഡോ, പിന്നെ അതേപോലെ ഇംഗ്ലണ്ടിലെ ഡേവിഡ് ബെക്കാം, ഇവരുടെയൊക്കെ ജേഴ്സിയാണ് ഈ കാണുന്നത്. ഈ ഒരു ഏരിയ അവർ ചിലതിലൊക്കെ അവരുടെ സിഗ്നേച്ചേഴ്സും കൂടെ ഒന്ന് കാണാൻ പറ്റും. അതായത് ഡേവിഡ് ബെക്കാമിൻ്റെ ഒക്കെ ഇതിൽ അവരുടെ സിഗ്നേച്ചർ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ നോബി സ്റ്റീൽസ് ഇംഗ്ലണ്ടിന്റെ, എറിക് കാന്റോണ, പിന്നെ അതുകൂടാതെ സാമി മിൽറോയ്, അതായത് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജീസോങ് പാർക്കിൻ്റെത്, പിന്നെ അതേപോലെ തന്നെ സ്കോട്ട്ലാൻഡിലെ ഡെനിസ് ലോന്റെ ഒക്കെ ജേഴ്സിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ജേഴ്സിയാണ്. അദ്ദേഹം ഫിഫ വേൾഡ് കപ്പ് 2010 ക്വാളിഫൈസ് ചെയ്ത സമയത്ത് അദ്ദേഹം യൂസ് ചെയ്തത് ഈ ഒരു ജേഴ്സി ആയിരുന്നു. അത് ഫിഫ വേൾഡ് കപ്പ് 2010 ക്വാളിഫയർ സമയത്ത് 11 ഒക്ടോബർ 2008 ഇത് സ്വീഡന്റെതും പോർച്ചുഗലിന്റെയും കൂടെയുള്ള ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജേഴ്സി.